സ്വാമി ധ്യാനത്തിലായിരുന്നു. ഉറക്കത്തിലായിരുന്നു. കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി. വിഷമിക്കണ്ട, കഷ്ടപ്പാടിന് ബലം കേമായിരിക്കും. ഇങ്ങോട്ട് ഇരുന്നുള്ളൂ. ആട്ടെ, എന്താണ് വത്സന്റെ പ്രശ്നം? എന്റെ പേരെങ്ങനെ മനസ്സിലായി? വത്സൻ മുഖത്ത് എഴുതി വെച്ചിരിക്കണു. എങ്കിലും എന്റെ കൈ നോക്കിയാ ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് പറയോ സ്വാമി? കൈ നോക്കി പറയുന്നോണ്ടൊന്നും കുഴപ്പമില്ല, പക്ഷെ നാം പ്രവചിച്ചാൽ അത് അച്ചിട്ടായിരിക്കും. ഭാവിയെ കുറിച്ച് എന്ത് കേട്ടാലും ഞെട്ടില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ കൈ തന്നോളൂ. സ്വാമി ഞെട്ടില്ല. നല്ല ലക്ഷണം കിട്ട കൈ. എന്ത് ചെയ്തിട്ടും കൂടി ഗതി പിടിക്കണില്ലല്ലേ? അത് തന്നെ ഇല്ല. പ്രായം ഒരു 23 നിന്ന് തുടങ്ങി ഇന്നാ 24 എത്തിയിട്ടുമില്ല. അത് തന്നെ സ്വാമി. കൈരേഖകളുടെ മങ്ങല് കണ്ടാൽ അറിയാം, അവിവാഹിതൻ. എന്റെ പൊന്നു വത്സാ, സ്വാമി എന്റെ കല്യാണം എപ്പോ നടക്കുമെന്നൊന്ന് പറയാൻ പറ്റുമോ? തനിക്കൊരു മംഗല്യഭാഗ്യം കാണുന്നു, പക്ഷെ ഒരു കുഴപ്പം കാണുന്നുണ്ടല്ലോ. എന്ത് കുഴപ്പം? താൻ വേലി കഴിക്കാൻ വന്ന കുട്ടി കന്യകയായിരിക്കില്ല. എടോ, അവൾ അൺകന്യകയായിരിക്കുമെന്ന്. എനിക്ക് മനസ്സിലായില്ല സ്വാമി. എന്റെ പൊന്നു ചുമ്പ, തനിക്ക് ഷോറൂമിൽ നിന്ന് ഇറക്കിയ പുതിയ വണ്ടി ഓടിക്കാനുള്ള ഭാഗ്യമില്ല. പിന്നെ വല്ലവനെ ഓടിച്ച് പഠിപ്പിച്ചൊരു വണ്ടി കിട്ടും. എടി മഞ്ചാക്കി, സ്വാമി ഇതിന് വല്ല പ്രതിവിധി? ഇതിന് നാം ഒറ്റ പ്രതിനിധിയെ കാണുന്നുള്ളൂ. എന്താണാവോ? കല്യാണം കല്യാണം കഴിക്കാതിരിക്കുക. പറയാനാണെങ്കിൽ ഇനിയും ഉണ്ട്. വേണ്ട സ്വാമി, ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞാൽ ഞാൻ ഈ കായലിൽ ചാടേണ്ടി വരും. എന്നാ പിന്നെ കാശ് എന്നിട്ട് തെറിച്ചു. എന്നാ പിന്നെ ദക്ഷിണ വന്നിട്ട് പൊക്കോളെന്ന് പറയുകയാണേ. ഇടയ്ക്ക് ലോക്കൽ സ്ലാങ് സ്ലിപ്പായി വരിക, കാര്യ കണ്ട. ഓ, ശില്പായതാണല്ലേ. ശരി എന്നാ പോട്ടെ. ഓക്കെ, എന്നാ പൊക്കോളുക. ഇതുപോലൊരു 10 പേരെ ഡെയിലി കിട്ടിയാൽ മതിയായിരുന്നു. ഈ സഹദേവൻ സ്വാമി ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് നേരെ വിട്ടാ മതി. അവിടെ ഇരിപ്പുണ്ട്. ആളെങ്ങനെയാ? പവർഫുൾ ആണോ? പവർഫുൾ ആണോന്നോ? ഇല്ലത്തെ വില്ലൻ കേമൻ. എന്ത് പറഞ്ഞാലും അച്ചിട്ടാ. പോയിക്കോളുക, ധൈര്യമായിട്ട് ചെന്നോളുക.